പ്രിയ കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. LP, UP, HSA കുട്ടികൾക്ക് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. 2024 ബഷീർ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഈ സന്തോഷ് കുമാറിന്. നാഗരങ്ങളുടെ ഉപമ എന്ന ചെറുകഥക്ക്. ബഷീർ പുരസ്കാരം 2023 ലഭിച്ചത് M. മുകുന്ദന്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ്. 2008 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് N. പ്രഭാകരൻ. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ അന്തരിച്ച വർഷമേത്? 1994 ജൂലൈ 5. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? 1942 എഴുതിയ പ്രേമലേഖനം. മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നു. ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെ? കോട്ടയം ജില്ലയിലെ വൈക്കത്ത് തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. ഒന്നും ഒന്നും ഇമ്മിണി പല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാല സഖി. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി. ഫാബിയുടെ യഥാർത്ഥ പേര്? ഫാത്തിമ ബീവി. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ അവാർഡ് 1982. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ പാത്തുമ്മയുടെ ആട്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. കോഴിക്കോട് ബേപ്പൂരിൽ സ്ഥാപിക്കുന്ന ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേരെന്ത്? ആകാശമിട്ടായി. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉജ്ജീവനം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്താണ്? വയലാലിൻ വീട്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാങ്കോസ്റ്റീൻ. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്ത്? കഥാബീജം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേംപാറ്റ. കൃതി യാ ഇലാഹി. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാല സഖി. ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? M.N. കാരശ്ശേരി. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാൻ വേണ്ടിയായിരുന്നു ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിൻ്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1925 ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. കുട്ടികളെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. തുടർന്നുള്ള വീഡിയോകൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. Please like and subscribe.